ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. എല്ലാവരും അവനെ അലസൻ എന്ന് തന്നെയാണ് വിളിക്കാറ്. കാരണം അവൻ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും പാതിയിൽ വെച്ച് അത് ഉപേക്ഷിച്ചു പോകും, നമ്മളിൽ പലരെ പോലെ. ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി. മലയുടെ മുകളിൽ അവിടെ ഒരു വലിയ പാറക്കല്ലുണ്ടായി. ആ കല്ല് തള്ളി നീക്കാൻ അച്ഛൻ അവനോട് ആവശ്യപ്പെട്ടു. ചുറ്റും പാറകളാണ്. ആ കല്ലിളക്കുക അത്ര എളുപ്പമല്ല. കുട്ടി ആത്മാർത്ഥമായി ശ്രമിച്ചു. പക്ഷേ പാറ അങ്ങോട്ട് നീങ്ങുന്നില്ല. അവൻ വലിക്കാൻ ശ്രമിച്ചു, തള്ളാൻ ശ്രമിച്ചു. ദിവസങ്ങളോളം കുന്നിൻ മുകളിലെത്തി കുട്ടി പാറ തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷേ പാറ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അവൻ വളരെ നിരാശനായി. എന്നിട്ട് അച്ഛനോടായി ഇങ്ങനെ പറഞ്ഞു, എനിക്കിത് കഴിയുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ശ്രമിക്കാൻ മാത്രമാണ് പറഞ്ഞത്. ആ കല്ല് നീങ്ങണമെന്നില്ല. ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടി ആശ്ചര്യപ്പെട്ടു. അച്ഛൻ വീണ്ടും പറഞ്ഞു, നോക്കൂ, ഈ ദിവസങ്ങളിൽ നീ ശക്തനായി, ക്ഷമയുള്ളവനായി, കീഴടങ്ങാതെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പഠിച്ചു. പാറ നീങ്ങിയെങ്കിലും പാറ പോലെ ഉറച്ചു നിന്ന നിന്റെ മനസ്സുമാണ്. പ്രിയരക്ഷകരെ, നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നേട്ടമാണ്. പരിശ്രമിച്ച കാര്യം നടക്കണമെന്നൊന്നുമില്ല. അതിനുവേണ്ടി നമ്മളെല്ലാം മാറ്റിവെച്ച് അച്ചടക്കത്തോടെ പരിശ്രമിച്ച് ആ ലക്ഷ്യം നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ പരിശ്രമവും. ഓരോ പരിശ്രമവും നമ്മളെ സംബന്ധിച്ച് ഓരോ പാഠങ്ങളാണ്. നമ്മളെ മെച്ചപ്പെട്ട ഒരാളാക്കി തീർക്കുന്ന പരിശ്രമം അടുത്ത തവണ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഒരുപക്ഷെ വിജയിക്കാതിരുന്ന ഈ പരിശ്രമമായിരിക്കും. എല്ലാ പരിശ്രമങ്ങളും വിജയിക്കണമെന്നില്ല. പക്ഷേ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ടേ